വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നിലമ്പൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിനു മുന്നോടിയായി PV ആർക്കേഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിലെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. നിലമ്പൂർ നഗരത്തിലെ എന്തു വില കൊടുത്തും ഇടതുപക്ഷ ഭരണം ഇനി നിലമ്പൂരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചൊരവസരം കൂടിയാണ്. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല, പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയും. അത് നമ്മൾക്ക് തന്നെയാണ്, വേറെ ആർക്കും കഴിയില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ 2015 നമുക്ക് 33-ൽ 27 സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാളും വലിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. ഇടതുപക്ഷത്തിന് ചായ കൊണ്ടുവരാൻ പോലും ഒരാളില്ലാത്ത ഒരു നഗരസഭയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നിങ്ങൾക്കറിയാലോ, നിലമ്പൂർ ഞാൻ ഈ 4 മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും IAS-കാരും മന്ത്രിമാരടക്കം പറഞ്ഞത്, കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നിലമ്പൂരിന്റെ കാര്യം പറഞ്ഞൊരു മനുഷ്യന് വഴിക്ക് വന്നിട്ടില്ല. നിലമ്പൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലമ്പൂർ PV ആർക്കേഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ബഹുജനങ്ങളുടെ ഒരു തീരുമാനമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ, അവർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളല്ല, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥികളല്ല, ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്ന 36 സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിന്റെ പേരിൽ നമ്മൾ അകത്ത് രഹസ്യമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയണം, ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോ അവിടെ വിജയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോ അവിടെ വിജയിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയല്ല, മറിച്ച് അവിടെ വിജയിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ് എന്ന കാര്യം വിസ്മരിക്കരുത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ നെഞ്ചകം തകർത്തുകൊണ്ട് ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ നേതാക്കന്മാർക്കെതിരെ, നമ്മുടെ പാർട്ടികൾക്കെതിരെ, നമ്മുടെ സംവിധാനങ്ങൾക്കെതിരെ, ഈ നാട്ടിലെ വിശ്വാസികൾക്കെതിരെ, പാവപ്പെട്ടവർക്കെതിരെ അതിരൂക്ഷമായ ജനവിരുദ്ധ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് നമ്മൾ പരാജയപ്പെടുത്തുമ്പോൾ വിജയിച്ചു വരുന്നത് എന്ന സാമാന്യമായ ബോധം നമ്മുടെ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടുകൂടാ. പാലോളി മെഹബൂബ്, നാണിക്കുട്ടി കുമഞ്ചേരി, VA കരീം, MK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് MLA-യുടെ നേതൃത്വത്തിൽ വൻ പ്രകടനമായിട്ടാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം സ്ഥാനാർത്ഥികൾ നഗരസഭയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, മുൻ വൈസ് ചെയർപേഴ്സൺ മുംതാസ് ബാബു ഉൾപ്പെടെ 36 പേരാണ് പത്രിക നൽകിയത്. വിഷൻ നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.